ഇവിടെ ഇവിടെ പൂണ്ട് പറയാമെന്ന് വിചാരിച്ചോ? എടാ ഞാനിവിടെ ജീവനോടെ ഇരിക്കും, അതിനെ ഞാൻ അതിന് സമ്മതിക്കില്ല. നാരദ മൂലി വന്ന് സംസാരിക്കൂല നിങ്ങൾ രണ്ടുപേർത്തും വന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോഴേക്ക് മനസ്സിലായി ഇവൻ ചെറുതായിട്ട് നാരദ പണിയുണ്ടെന്ന്. ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നീ പല്ലിട്ട് ഒരു കാര്യമില്ല, നീ തകർക്കണം എന്നുള്ള വാക്ക് എനിക്ക് അതാണ് എനിക്ക്. ഓ യെസ്, ബിഗ് ബോസ് 7 മലയാളം ലൈവ് അപ്ഡേറ്റ് ആണ്. ശരിക്കും ബിഗ് ബോസ് ഹൗസിലെ നാരദൻ സാബമേനാണോ? എങ്ങനെ ഒരു പേര് നെവിൻ ഇവിടെ ഉന്നയിക്കുകയാണ്. അത് അനുമോൾ ശരിവെക്കുകയും ചെയ്യുന്നു. അനുമോൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഇങ്ങനെയൊരു ഡൗട്ട് അനുമോൾ പറഞ്ഞിരുന്നു. ശരിക്കും നാരദൻ സാബമേനാണോ? ഇന്ന് മോർണിംഗിൽ എല്ലാവരും കൂടിയിരിക്കുകയാണ് നെവിൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ശരിക്കും എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ 2 ഗ്രൂപ്പാണ് ബിഗ് ബോസ് ഹൗസിലുള്ളത്. നെവിൻ അക്ബർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, അതിൽ ആര്യനും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. പിന്നെ പട്ടായ ഗേൾസായ അനുമോൾ, ആദില, നൂറ എന്നൊരു ഗ്രൂപ്പ്. പിന്നെ അനീഷും ഷാനവാസും ഉണ്ട്, അത് അവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ളത്, പട്ടായ ഗേൾസിൻ്റെ ഗ്രൂപ്പിൽ തന്നെയുള്ളത്. ഇതിൽ രണ്ടിടത്തും പോയി നിൽക്കുന്നത് സാബുമാനാണ്. സാബുമാൻ അക്ബറിനോട് നെവിനോട് പറയും അവരെ ഗ്രൂപ്പ് പൊളിച്ചടക്കണം, എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. അതേപോലെ ഇപ്പുറം പോയിട്ട് ഇവരെ കുറ്റങ്ങൾ അങ്ങോട്ടും പറയും. ശരിക്കും നാരദൻ്റെ പണി തന്നെയാണ് സാബുമാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഇവിടെയും പോയി കുറ്റങ്ങൾ പറയുക, എന്നിട്ട് ന്യൂട്രലായിട്ട് നിൽക്കുക, 2 തോണിയിലും കാലിട്ട് നിൽക്കുക. അവിടെയും പ്രശ്നങ്ങളില്ല, ഇവിടെയും പ്രശ്നങ്ങളില്ല, ഒരു ന്യൂട്രൽ ബേസിലായിട്ട് നിൽക്കുകയാണ് സാബുമാൻ. അത് ശരിക്കും നാരദൻ്റെ ഒരു പണിയാണ്. അത് നെവിൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. അതിൽ അനുമോൾ ശരിവെക്കുകയാണ്. ഇനിയുള്ള ഗെയിം എങ്ങനെയാണെന്നറിയില്ല. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം സാബുമോൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. സാബുമോൻ ഈ ഒരു പേര് പറഞ്ഞതിന് ശേഷവും സാബുമോൻ അതിൻ്റേതായുള്ള എഫക്റ്റ് ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. XM channel, please subscribe and like.